വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇത് ഷറഫുദ്ദീൻ്റെ CID മൂസയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള, കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രായത്തിൽ കുട്ടികളായിട്ടുള്ളതും ഉള്ളിൽ ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ആ കുട്ടിയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന സിനിമ ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ചിരിക്കുക, സന്തോഷിക്കുക, ഇത്രേ ഉള്ളൂ. ആകെ മൊത്തത്തിൽ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു രസമുള്ള പടമാണ്. എന്ന് വെച്ചാൽ എല്ലാത്തിലും രസമുള്ള പടം. പെർഫോമൻസുകൾ നല്ല രസമാണ്, മ്യൂസിക് ഭയങ്കര രസമാണ്, വിഷ്വൽ അടിപൊളി രസമാണ്, അതിൻ്റെ ടോട്ടൽ സൗണ്ടിങ്, ഇതിലെ ഹ്യൂമർ ഒക്കെയും രസമാണ്. അങ്ങനെ മൊത്തത്തിലൊരു രസം മൂഡ് പടമാണ്, ഒരു രസകരമായ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സിനിമയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഫ്ലാറ്റിന് ഇടാൻ പറ്റിയ പേര് അവരിട്ടിരിക്കുന്നത് എൽ ഡൊറാഡോ ഫ്ലാറ്റ്. അതിൽ തന്നെ എനിക്കൊരു കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഫ്ലാറ്റിന് ഇടാൻ ഇതിനേക്കാൾ മികച്ചൊരു പേരില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. സിനിമയുടെ പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് ഹ്യൂമറാണ്. നമ്മുടെ മലയാള സിനിമ എന്ന് മാത്രമല്ല, മൊത്തത്തിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് എപ്പോഴും സിനിമ വീക്കാവുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ കോമഡി ആണെങ്കിൽ കോമഡി ഉണ്ടാവും, ഉദ്വേഗം എന്ന് പറയുന്ന ഒരു സിനിമയാണെങ്കിൽ, ഒരു ത്രില്ലർ പരിപാടിയൊക്കെ ആണെങ്കിൽ അത് ഫസ്റ്റ് ഹാഫിൽ ഭീകരമായിട്ട് വർക്കാവും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പലയിടത്തും അഴിഞ്ഞു പോകുന്ന ഒരു ഫീലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ സിനിമ ഫസ്റ്റ് ഹാഫിൽ എത്രത്തോളം ചിരിപ്പിച്ചോ അതിനേക്കാൾ കൂടുതൽ ചിരിപ്പിക്കുകയും അതിനേക്കാൾ കൂടുതൽ ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിൽ വളരെയധികം വിജയിക്കുന്നതായിട്ടാണ് എനിക്ക് തിയേറ്ററിലിരുന്നപ്പോൾ ഫീൽ ചെയ്തത്. ഞാൻ മാത്രമല്ല, തിയേറ്ററിലിരുന്ന എല്ലാവരും ചിരിച്ച് മറിഞ്ഞ് ആഹ്ലാദിച്ചാണ് പടം കണ്ടു തീർത്തത്. എല്ലാവരും ഗംഭീര കോമഡി ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളല്ലേ. ഇപ്പോൾ ഷറഫുദ്ദീൻ വിനയ് ഫോർട്ട് കോമ്പിനേഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ അത് ഭയങ്കര രസമാണ്. ഇവർ തമ്മിലുള്ള ഒരു മത്സരം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒത്തിരി അതിലേക്ക് കടക്കുന്നില്ല. ചില സിനിമകളുടെയൊക്കെ സ്പൂഫാണോ ഇവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. കുഞ്ഞു റഫറൻസുകളുണ്ട് ഈ സോഷ്യൽ മീഡിയ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട്. പിന്നെ രഞ്ജി പണിക്കരും വിജയരാഘവനും വിനായകനും ഇവരൊക്കെ കോമഡി ചെയ്യുമ്പോൾ ഇവർക്ക് ഗംഭീരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വില്ലൻ സാധനങ്ങളൊക്കെ പിടിക്കാൻ പറ്റുന്ന ആളുകളാണ്. അവർ ഹ്യൂമർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. ഇതിനകത്തൊരു ഓട്ടോറിക്ഷക്കാരനുണ്ട്, അങ്ങേര് പോലും, അതായത് വളരെ കുറച്ച് സീനുകളും വളരെ കുറച്ച് ഡയലോഗുകളും മാത്രമുള്ള അങ്ങേര് പോലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ആ ഹ്യൂമറിൻ്റെ ടൈമിംഗ് ഒക്കെ ഗംഭീരമായിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും. ഈ സിനിമയിലുള്ള എല്ലാവരും ഭയങ്കര രസമാണ്. പിന്നെ ജോമോൻ, അനുപമ, ഈ സിനിമയിലെ നമ്മുടെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്കാരി ശംഭു ലൈനിലൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. സിനിമ കാണുന്ന സമയത്ത് അയാൾ ബുദ്ധിയില്ലാത്തൊരു ശിക്കാരി ശംഭു അല്ല, അതായത് അബദ്ധം പറ്റി എന്തിലേക്കെങ്കിലും ലാൻഡ് ആവുന്നൊന്നുമല്ല. പുള്ളി അവസരങ്ങൾ നോക്കി നിൽക്കുകയാണ്, പുള്ളി അതിന് എക്യുപ്ഡ് ആണ്. പക്ഷേ സിനിമ കാണുമ്പോൾ ഒരു ബുദ്ധിമാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ഭയങ്കര രസമായിട്ട് ജോളിയായിട്ട് ചില അബദ്ധങ്ങളും കോമഡികളും ഒക്കെ ചേർന്നുകൊണ്ട് ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ പോസിറ്റീവ് അത് രാജേഷ് മുരുകേഷിൻ്റെ മ്യൂസിക് ആണെന്ന് ഞാൻ പറയും. ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോഴും ഇതിലെ പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ് പറയാനുള്ളത്. ഈ സിനിമയുടെ ഒരു മ്യൂസിക് വൈബ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ മെക്സിക്കോയിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. അത് പറയുമ്പോൾ ഇതിൻ്റെ വിഷ്വൽ സൈഡിൽ ഒരു പോസിറ്റീവും കൂടി പറഞ്ഞോട്ടെ. സിനിമ തുടങ്ങുമ്പോൾ ഒരു മെക്സിക്കോ എപ്പിസോഡ് കാണിക്കുന്നുണ്ട്. അത് അവർ VFX പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കോമിക് അങ്ങനെയുള്ള സിനിമകളിലും അല്ലെങ്കിൽ കോമിക് ബുക്കുകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ലോക ചാപ്റ്റർ 2 ഒരു ടീസർ കട്ട് പോലെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വരാൻ പോകുന്ന ചാത്തൻ്റെ ഒരു സംഭവം. അതിൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യമാണ്. നമുക്ക് മലയാളത്തിൽ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ആനിമേറ്റഡ് സാധനം ചെയ്തുകൂടാ? അത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ ഈ കുറച്ച് സമയം ഈ സിനിമയിൽ കാണിക്കുന്ന കണ്ടപ്പോൾ പോലും എനിക്ക് ത്രില്ലായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വേറെ റേഞ്ച് പരിപാടി പിടിച്ച് തുടങ്ങണ്ടേ? ആ ഫീല് തന്ന ആ ഒരു മെക്സിക്കോ എപ്പിസോഡ് മുതൽ മെക്സിക്കൻ സാധനങ്ങളൊക്കെ വരുന്ന ആ ഒരു പോർഷനിലൊക്കെ അവരിടുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹിറ്റായിട്ടുള്ള, ലോകം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ചില ട്രാക്കുകളൊക്കെ ഞാനും കേട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ട്രാക്കുകളൊക്കെ കേൾക്കുമ്പോഴുള്ളൊരു വൈബ് പോലെ ഈ സിനിമയിലും അതവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് രാജേഷ് മുരുകേശൻ ചെയ്തിട്ടുണ്ട്. രാജേഷ് മുരുകേശൻ്റെ കാര്യം മാത്രമല്ല, ഈ സിനിമയുടെ ടോട്ടൽ സൗണ്ടിങ് തന്നെ നമ്മൾ പറയണം. ഇത് സ്പോയിലർ ആവുമല്ലോ ഇത്. അതായത് കഥ പറയാണ് മെക്സിക്കോനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ട്രാൻസിഷനിലേക്ക് പോകണം, അടുത്തൊരു സീനിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സൗണ്ട് എഫക്റ്റ് ഇതിലേക്ക് വരുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ഇവിടെ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടിനെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് കിടിലം വർക്കാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ, മ്യൂസിക് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ സൗണ്ട്, ആ സൗണ്ടിൻ്റെ പ്ലേസ്മെൻറ്റ്, അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീല്, എഫക്റ്റ് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ
വിഷ്വൽ പരിപാടികൾ ഗംഭീരമായിരുന്നു. അതിൻ്റെ ഒരു കളറിങ് പരിപാടികളും നേരത്തെ ഞാൻ പറഞ്ഞ മെക്സിക്കൻ ചാപ്റ്ററും. ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു സംഭവമുണ്ട്, ഈ ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസ് അദ്ദേഹമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻസ് ഒക്കെ എഴുതി കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് ഗ്രാഫിക്കൽ സാധനങ്ങൾ വരുമല്ലോ, അതിൽ ഇവരുടെ ഒരു പ്രേമം ടീം, ആലുവ പാലം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് ഈ ആനിമേറ്റഡ് സാധനങ്ങളെ രസകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്, അല്ലെങ്കിൽ അതിനെ കൺസെപ്റ്റിൽ കാണാനും അതുപോലെ വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്ന ക്രിയേറ്റേഴ്സ് നമുക്കിവിടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് തുടങ്ങുകയാണ്. പിന്നെ ഇവരുടെ ലൊക്കേഷൻ സെലക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സിനിമ, ഇത് ഞാൻ പറയുന്നത് ഫുൾ ഫാമിലിക്ക് പോയി കാണാം, കൊച്ചു കുട്ടികളുമായി പോയി കാണാവുന്ന, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് കാണാൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ എവിടെയോ പറയില്ലേ, നമുക്ക് മിസ് ചെയ്ത് തുടങ്ങി എന്ന് പറയുന്ന പാറ്റേൺ ഓഫ് കോമഡികളില്ലേ, ആ കോമഡികളെ ഒട്ടും മോശമാക്കാതെ രസകരമായി സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് കൊച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ചേരുന്ന ലൊക്കേഷൻസിലേക്കാണ് ഇവർ സിനിമ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു ഡാർക്കർ സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകളെയാണ് അവർ നമുക്ക് കാണിച്ചു തരുന്നത്. ഈവൻ ഇതിൻ്റെ അകത്ത് ആക്ഷൻ സീനുകൾ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ആക്ഷൻ ഉണ്ട്, അത്യാവശ്യം മാസ് കാണിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഇങ്ങനത്തെ ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇയാളുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതി നമ്മൾ കാത്തിരിക്കുന്ന ചില ടെക് പരിപാടികളുണ്ടല്ലോ, ഇതൊക്കെയും കാണിക്കുമ്പോഴും ഇതൊന്നും വയലൻസ് ആവുന്നില്ല. അതായത് ഇതിനകത്ത് ആക്ഷൻ എന്ന് പറയുന്നത് അവർ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അത് കാണാൻ രസമുള്ള രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരുപാട് ആവർത്തിച്ച് പറയുന്നത് പോലെ, കൊച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്വൽ എടുത്ത് വെച്ചിരിക്കുന്നത്, അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഒക്കെ ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. ആരാണോ ഇതിൻ്റെ ഓഡിയൻസ് അവരെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യുക, അവരെ ഹാപ്പി ആക്കി വെക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ളതെല്ലാം അവർ പടത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് പോസിറ്റീവ് പെർഫോമൻസുകളാണ്. അത് ഞാൻ ഹ്യൂമറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ തന്നെയാണ്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ വില്ലൻ ഷെയ്ഡിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഈ ഹ്യൂമർ പരിപാടികൾ നന്നായി വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ. ആൻഡ് ഈ സിനിമയുടെ കഥാഗതി, അതിൻ്റെ സംവിധാന മികവ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ പ്രണീഷ് വിജയൻ. മച്ചൻ്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്ത. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും രസമായി ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഇരുന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത, തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്ന കാണുമ്പോൾ നമ്മളും കൂടെ ചിരിക്കുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ, അതുണ്ടെന്നേ. ഒരു നിറഞ്ഞ സ്ക്രീനിൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ ആയിട്ട് നിങ്ങളിരുന്ന് കാണുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഈ ചില സിനിമകളൊക്കെ ആർക്കും വേണ്ടാതാവുമ്പോൾ കുടുംബ പ്രേക്ഷകർ കൊടുത്ത വിജയം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ അടിക്കാറുണ്ട്. ഇത് ആ കുടുംബ പ്രേക്ഷകരല്ല, ശരിക്കും നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ച് ഫുൾ ഫാമിലി ആയിട്ട് പോകുന്ന ആ ഫാമിലീസിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് കണ്ട് തീർക്കാവുന്ന ആ CID മൂസ വൈബൊക്കെ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കാവാൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അതിന് അത്രയും രസമായി കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ എഴുത്തും അതുപോലെ തന്നെ ഇതിലെ ആ ഒരു അവതരണ മികവും ഒക്കെയാണ്. ഈ സിനിമയിലെ ഫ്ലാറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, എൽ ഡൊറാഡോ എന്ന് പറയുന്ന പോലെ 1-2 KGF പരിപാടികളൊക്കെ ഉണ്ട്. ഈ KGF കണ്ടപ്പോൾ സംഭവിച്ചത്, KGF കണ്ടിട്ട് ഡോൺ ആവാൻ പോയ ആൾക്കാരെക്കാൾ കൂടുതലാണ് KGF കണ്ടിട്ട് KGF പോലൊരു സിനിമ എടുക്കണം എന്ന് ചിന്തിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ. പക്ഷേ എല്ലാവരും KGF എടുക്കേണ്ട ആളുകളല്ലല്ലോ. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്, അത് എടുത്തു വെക്കാൻ പറ്റുന്ന രീതികളുണ്ട്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു നല്ല ഔട്ട്പുട്ട് ഷറഫുദ്ദീൻ ആൻഡ് ടീമിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് പ്രണീഷ് വിജയൻ. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ആ ഒരു വൈബാണ്, ആ ഒരു മൂഡാണ്. അത് പ്രോപ്പർലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിനിമ നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. രസമുള്ള പടം. താങ്ക് യു. ഇപ്പോഴേക്കും കറണ്ട് വന്നു. ബൈ ദ ബൈ, ഞാൻ ആദ്യം പറഞ്ഞ ഓട്ടോറിക്ഷക്കാരൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളുടെ പേര് കിട്ടി, ജയ് വിഷ്ണു. പുള്ളീനെയും കുറേ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയൂ. സിനിമകൾ തിയേറ്ററിൽ എൻജോയ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.